എടാ പൊട്ടി ഉസ്മാനെ, നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എടാ ഇന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്കത്ത ചെറ്റണ്ടെന്ന് അറിയില്ല. അന്റെ സ്വന്തം വെള്ളിമില്ലടാ കൊയ്യിൽ കിടക്കേണ്ടത്. ഇവിടുന്ന് നോക്കിട്ട് അന്റെ വെള്ളിമാനെ കാണുന്ന പോലും ഇല്ല. പിന്നെ എങ്ങനെ സമാധാനത്തിൽ ഇവിടെ നിൽക്കുന്നേ? എത്ര ആളുള്ള കൊയ്യാന്ന് നിനക്ക് അറിയോ? അത് എനിക്ക് എപ്പോഴും കളയാണ്. കുഞ്ഞുമോത്താക്ക് എന്തെങ്കിലും പറ്റിയാ ഈ സമാധാനം പറയോ? കുഞ്ഞുമോത്താൻ ഇവിടെ നോക്കിട്ട് കാണുന്ന പോലും ഇല്ല. സൗണ്ട് മാത്രമേ കേൾക്കണുള്ളൂ. ഇപ്പത്തെ സൗണ്ട് കേൾക്കണില്ല. എന്താ ചെയ്യാ? നമ്മൾ ആരെങ്കിലും അതിലേക്ക് എടുത്ത് ചാടേണ്ടി വരും. ആരെങ്കിലും ചാടി പോരെ, ഞാൻ ചാടിക്കോളാം. ഉസ്മാനെ, ആ ഭാഗത്തേക്കല്ല കുഞ്ഞുമത്ത് പോയത്. ഇവിടെ എവിടെയാണ്? അവിടെ എവിടെ ആരെയും കാണുന്നില്ല. പാറക്കുട്ടിയെ പറസ്മാനെ, നീ എന്തിങ്ങനെ പേടിച്ചിരിക്കുന്നേ? വെല്ലിമ്മ ഇങ്ങോട്ട് തന്നെ വന്നത്. ഈ ഭാഗത്ത് കൂടി തന്നെ വെല്ലിമ്മ വന്നിക്കണത്. എന്നിട്ട് എനിക്ക് എവിടെ കൊയ്യക്ക വെല്ലിമ്മ കൊയ്ഞ്ഞാടിയത്? ഇതിലേക്കോ? ഇതിലൊന്നും ആരും കാണുന്നില്ലല്ലോ. അതിരുന്ന് വെല്ലിമ്മ കുറച്ചേരം മുന്നേ വരെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ വെല്ലിമ്മ ഒന്നും ഉണ്ടണില്ല. അപ്പൊ ഇച്ചാപ്പേക്കെടുത്ത് ചാടി. ഇച്ചാപ്പി ചാടി. ഇനി നമ്മളെ എങ്ങനെ അവരെ രക്ഷിക്കുക? പറസ്മാനെ, നമ്മളെ ഇനി എങ്ങനെ അവരെ രക്ഷിക്കും? എനിക്കറിയില്ല. ഞാൻ ആദ്യം വെല്ലിമ്മ സൗണ്ടുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര വേജാറിയെന്നെ. ഇപ്പൊക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. നമ്മൾ എങ്ങനെ വെല്ലിമ്മനെ രക്ഷിക്കുക? ഇച്ചാപ്പി വെല്ലിമ്മയായിക്ക് ചാടിക്കണല്ലോ. അപ്പൊ ഒരു കയറെടുത്ത് ചാടിയ പോലായിരുന്നു ഇച്ചാപ്പിക്ക്. ഞാൻ പറയാടല്ലേ, അത് അവള് ചാടി. ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മക്ക് എല്ലാവരും കൈക്കെടുത്ത് ചാടാ, കയറെടുത്ത് ചാടാ. അതന്നെ നല്ലത്. എന്താ കാക്കു? എന്താ ഞങ്ങൾ കേൾക്കണേ? നിങ്ങൾ കേൾക്കണൊക്കെ സത്യം തന്നെ. ഞങ്ങളൊക്കെ കേട്ടു. എന്തൊക്കെയാ? ഇച്ചാപ്പി എന്തിനാ കൊയിലെടുത്ത് ചാടിയെ? ഇപ്പൊ എന്താ കൊയിലുന്ന ശബ്ദം കേൾക്കുന്നില്ല? ഇല്ല, അതിനുള്ള ഒരു ഒച്ചപ്പാടും പാടും ഇല്ല ഇപ്പൊ. എന്നാ വാ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറ് കിട്ടും നോക്കാം. നേരം കളയണ്ട ഇനി. പാറു വാ. ആനോ ദേ വരുന്നേ. എനിക്കറിയില്ല കുട്ടിയെ. ഞാൻ ആദ്യം ഒരു സ്ഥലത്തായിരുന്നു, പിന്നെ അവിടെ ഇങ്ങോട്ട് കൊഴിഞ്ഞാടി. വല്ലാത്തൊരു കഥ തന്നെ. ഇങ്ങോട്ട് നോക്കാം, മീനൊക്കെ വെള്ളത്തിൽ പോണേ. ഇത് വെള്ളമായിരിക്കോ? മനുഷ്യന്മാർക്ക് വെള്ളത്തിൽ നിൽക്കാൻ പറ്റുമോ? അന്നേ എത്ര പോലും നിഴല കൊയ്യാതെ എത്ര പോലും നേരെ ഞാൻ അവിടെ നിന്ന് ചാടിച്ച്. എന്നിട്ട് ഇപ്പോഴും ഞാൻ ഇവിടെ എത്തണത്. കുരുട്ടെ, ഞാൻ വേറെ അവിടെ മറ്റേ തിഞ്ചും പിന്നെ എന്തൊക്കെയോ മരത്തടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇരിക്കുമ്പോഴല്ലേ ജിന്റെ മേത്തേക്ക് വന്ന് വീണത്. അങ്ങനെയല്ലേ നമ്മൾ രണ്ടാളും കൂടി വേറൊരു കൊച്ചിന്റെ ഉള്ളിലേക്ക് വീണത്. അങ്ങനെയല്ലേ നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയത്? നമുക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്? എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് അത്ര നല്ലതായി തോന്നുന്നില്ല. മീനുകളൊക്കെ അല്ലേ? നമ്മളിപ്പോ വെള്ളത്തിനടിയില്ല. ആവോ, എനിക്കൊന്നും അറിയില്ല. ഞാൻ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് ചാടിയതാ. ഇപ്പൊ ഞാൻ പെട്ടല്ല. അപ്പൊ കുരുട്ടെ കാറൊന്നും കൈക്ക പിടിച്ചില്ല. പെട്ടെന്ന് എടുത്തില്ല, അങ്ങോട്ട് ചാടിപ്പോയതാ. ഇതിനാണ് പറയണ്ട തോക്ക് കയറി വെടിക്കരുത്, തോക്ക് കയറി വെടിക്കരുത് എന്ന് പറയണേ. ഞാൻ തോക്ക് കയറി വെടിവെച്ചില്ലല്ലോ, ഞാനെടുത്ത് ചാടിയതല്ലേ. തേങ്ങാക്കൊല. വല്ലാത്തൊരു പടല നമ്മൾ പെട്ടത്. ഒപ്പൊരു ബുദ്ധിയില്ലാത്ത കൈദ്യം കൂടി ഉണ്ട്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയത് ഞാൻ ഇങ്ങോട്ട്. എന്നിട്ടിപ്പോ ഞാൻ ഇങ്ങനെ ചിത്തറിയാ. ഇനിയിപ്പോ അത് നന്നായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? നടക്കേ, വേറെന്താ ഇനി കാണാനുള്ള നോക്കാം. നോക്കി നോക്കാം, കടലിന്റെ അടിയിലെ മീനുള്ള മാര് മീനുകള്. ഇതല്ലേ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന ആ മറ്റേ ചിപ്പിനുള്ളിലെ മുത്ത്? കുഞ്ഞുമുത്ത, നമുക്ക് ഇതൊക്കെ കൊണ്ടേച്ചി നമുക്ക് ഗോയിനുള്ളിന്ന് പുറത്തിറങ്ങുമ്പോ പൈസക്കാരാവാ. അതിന് നമ്മളെ ഇതിന് എങ്ങനെ പുറത്തിറങ്ങാനാ? നമുക്ക് ഏതായാലും വിൽക്കാം. അതൊക്കെ ഇങ്ങനെയൊക്കെ പുറത്ത് വരാൻ വഴിയുണ്ടെങ്കിൽ പോവാനും വഴിയുണ്ടാവും. അതിനിവിടെ തിരിച്ച് വന്ന വഴി കണ്ടോ കുരിപ്പേ? വന്ന വഴി മറക്കരുത് പറയുന്നുണ്ട്. ഇപ്പൊ വന്ന വഴി മറന്നേ. ഇപ്പൊ എന്താ കേട്ടാ? എന്തായാലും ചിപ്പിനുള്ളിൽ മുത്ത കണ്ട സന്തോഷം കുറച്ചെത്തിനുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഒന്നും കൂടി വേച്ചാറാവാം. അത് എടുക്ക ചിപ്പ് ഏതായാലും. എന്തൊക്കെ റബ്ബിയ സൗണ്ട്? ഞാൻ തൊട്ടപ്പോഴാണ് സൗണ്ട് വന്നത്. അതന്നെ, എന്താ പ്രശ്നം? കുഞ്ഞുമുത്ത, പേടിയാവണോ? ഇത് വല്ല ബോംബാണോ? പറയാൻ പറ്റൂല മോളെ, ചിലപ്പോ ബോംബേക്കാരം. അവിടെ ഇട്ടാളത്. ബോംബെന്നെ ആയിരിക്കോ? ആർക്കറിയാം. അതവിടെ ഇട്ടാളാ. ഏതായാലും ഈ സ്ഥലം നമുക്ക് പരിചയമില്ലാത്താണ്. അവിടെ ഇട്ടാളാ. അവിടെ ഇട്ടാളെ കുട്ടിയെ നോക്കി നിൽക്കാതെ അതിപ്പോ ആണെങ്കിൽ പൊട്ടിത്തെറിച്ചു. നമ്മൾ രണ്ടാളും മാറ്റണ്ടാവും. കുഞ്ഞുമുത്ത, ഇതെവിടെ ഇടണോ? നല്ല മുത്തല്ലേ? ഇത് നല്ല രസമുണ്ട്
നിങ്ങൾ എന്തിനാണ് ഈ ചിപ്പുകൾ എടുത്തത്? എന്തിനാണ് ഈ ചിപ്പുകൾ എടുത്തത് എന്നാണ് ഞാൻ ചോദ്യം. ഞങ്ങളുടെ ചിപ്പുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച നീനെ വെറുതെ വിടില്ല. നിങ്ങൾ രണ്ടുപേരും ഈ നിമിഷം തന്നെ എന്റെ കൂടെ വരൂ. ഒരിക്കലുമല്ല. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് വഴിയെ കിട്ടും. ഒരിക്കലും നടക്കില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ ആവശ്യം നടത്തിയിട്ടേ നിങ്ങൾ പോകൂ. ഇല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. നിങ്ങളുടെ അവസാനം എവിടെയാണ്? ഇപ്പോൾ ചിപ്പ് മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കും. അതൊന്നും നിങ്ങൾ അറിയണ്ട. തൽക്കാലം ഈ ചിപ്പ് തൊട്ടത് കൊണ്ട് നിങ്ങളുടെ ജീവൻ കുറച്ചുകൂടെ നീണ്ടു കിട്ടും. കാരണം ഇതിനുള്ള ശിക്ഷയ്ക്കായി നിങ്ങളെ കുറച്ച് ദിവസം കൂടി ജീവിതത്തോടെ വിൽക്കും. വരൂ, എന്റെ കൂടെ വരൂ. വരണം, കാരണം നിങ്ങൾക്ക് ശിക്ഷ അത് വിധിച്ചതാണ്. എന്തിനു വേണ്ടി നിങ്ങൾ ഈ ചെപ്പ് എടുത്തു? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ റാണി പറഞ്ഞു തരും. അങ്ങോട്ട് വരൂ. വരാനേ പറഞ്ഞത്. എന്റെ കൂടെ വാ. മനസ്സിലാക്കിയത് ഒരു കുജെത്തിക്കാണ്ടേ ഭൂമിന്റെ അടിയിൽ കൊറേ ഉണ്ടാക്കി വെച്ചിക്ക. എന്നിട്ട് ഓനൊരു മറ്റേ മീനിന്റെ ട്രൗസർ ഇട്ടുകാണ്ട് വന്നിക്കണം നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ ഓനെ പൊട്ടാച്ചാവുന്നു. ഞാൻ എന്താ വിചാരിച്ച് ഒരു കുജെത്തിക്കാണ്ടേ അടിയിൽ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് കുറച്ച് മീനൊക്കെ ഉണ്ടാക്കി കുറച്ച് പേരൊക്കെ ഉണ്ടാക്കി കുറച്ച് തേമെടുത്ത് മൂത്തൊക്കെ വെച്ച് പിന്നെ ഇതേപോലത്തെ ഒരു മീൻ ട്രൗസർ ഇട്ട് വന്നാലേ ഞാൻ പേടിച്ചെന്നാ നമ്മളതിനൊന്നും പഠിക്കൂലട്ടോ. എത്തിച്ച് നമ്മളെ കാട്ടില് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഒറിജിനൽ മെർമെയ്ഡ് ആണ്. ഇത് മെർമെയ്ഡിന്റെ വേൾഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മെർമെയ്ഡ്സിനെ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ഫിഷസിനെയും സീ സ്പീഷീസിനെ മാത്രം ഇവിടെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരാൾ പോരാൻ തോന്നുന്നു. 4 പേരും കൂടി വേണം നിങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് മനുഷ്യർക്കുള്ളൊരു സ്വഭാവമാണ്. സത്യം വിശ്വസിക്കില്ല, അസത്യം വിശ്വസിക്കും. ഞാൻ ഒറിജിനൽ മെർമെയ്ഡ് ആണ്. മനുഷ്യ സ്ത്രീയെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ തീരും. നിങ്ങൾ വരുന്നുണ്ടോ? ഞങ്ങളൊരു അൽത്തിക്ക് തരുന്നില്ല ചങ്ങായിയെ. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണേ. ഞങ്ങൾക്ക് നിങ്ങളൊരു പേടിയില്ല. നിങ്ങളൊക്കെ മനുഷ്യന്മാരെന്നെ. ആ മീനിന്റെ ട്രൗസർ ഇട്ടുകാണ്ട് വന്നാൽ നമ്മൾ അങ്ങനെ പേടിക്കുന്നതാണ് നിങ്ങളൊക്കെ വിചാരം. നമ്മൾ പേടിക്കത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് യഥാർത്ഥ്യം എന്ന്.